എടുക്കാത്ത വായ്പയുടെ പേരിൽ 44 പേർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. തൃശ്ശൂരിലെ പറപ്പൂക്കര പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഇത്തരത്തിൽ 44 പേർക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത തങ്ങളുടെ പേരിൽ ജപ്തി നോട്ടീസ് എത്തിയതിന്റെ ഞെട്ടലിലാണ് ഇവരിപ്പോൾ. പറപ്പൂക്കര പഞ്ചായത്തിലെ CDS മെമ്പർ സ്ഥാനം വഹിച്ചിരിക്കുന്നയാളാണ് ഈ ഒരു തട്ടിപ്പിന് പിന്നിൽ നിന്നാണ് ഇവർ നമ്മളോട് ഇപ്പോൾ പറയുന്നത്. അവരിപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ കൂടുതൽ ഈ ഒരു വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. 1500 രൂപ ഞങ്ങൾ പലിശ അടക്കം അവളെ കൊണ്ടുകൊടുത്തു. അവൾ അടുത്തിട്ടില്ല. അതുപോലെ ഞങ്ങളെ പറ്റിച്ചിട്ട് അവള് പോയി. പഞ്ചായത്തിൽ പറഞ്ഞിട്ട് അവര് ഒന്നും പറഞ്ഞിട്ടില്ല. അവളെ ADS അല്ലേ, അപ്പൊ അതിൽ അവളെ കൂടുതലായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു സെക്രട്ടറി ഉണ്ട്. പക്ഷെ ഈ കോർഡിനേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറിന്റെ ഒക്കെ ഒപ്പ് കിട്ടിയിട്ട് വേണം നമുക്ക് ലോൺ പാസ്സാക്കണമെങ്കിൽ. പക്ഷെ ഈ ഒപ്പം ഞങ്ങൾ ഇട്ടിട്ടില്ല. ഈ മുദ്രത്തിലെ പത്രത്തിലൊക്കെ ഒപ്പൊക്കെ ഇട്ടത് ഇവള് തന്നെയാ. ഞങ്ങളുടെ ഒരാളുടെ ഒപ്പില്ല. വ്യാജരേഖയാണ് ചെയ്തിട്ടൊക്കെ എല്ലാത്തിലും, മിനിസ്ട്രിയിലും എല്ലാത്തിലും. 11 ഗ്രൂപ്പില് 12 ഗ്രൂപ്പാണ്. അതിൽ ഒരു ഗ്രൂപ്പിൽ അവർ കാശൊക്കെ അടച്ചു. അവര് തന്നെ ആ ഗ്രൂപ്പിൽ തന്നെ അടക്കലും തിരിച്ചു അത് ക്ലോസ് ആക്കി. പക്ഷെ ബാക്കി 11 ഗ്രൂപ്പിൽ കാശ് അവൾ തന്നെ എടുത്തത്. ഓരോ 4 പേര് വെച്ചിട്ട്, പിന്നെ ഒരു ഗ്രൂപ്പിൽ 5 പേര് വെച്ചിട്ട്, അങ്ങനെ ഇവരെല്ലാവരും കാശ് കൊടുത്തവരാണ്. ഒക്കെ വിളകല ഏൽപ്പിച്ചാറുണ്ട്. പിന്നെ കൊറേ അറിയാത്ത 3 പേരാണ്, ചിന്താമണി ചേച്ചി, കാർത്തി ചേച്ചി, അങ്ങനെ കുറച്ച് പേര്. അവര് ബാങ്ക് കണ്ടിട്ടുമില്ല, ഒപ്പിട്ടിട്ടില്ല, കാശ് വാങ്ങിച്ചിട്ടുമില്ല. നിങ്ങൾ ഗീതനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആളുടെ പ്രതികരണം? ആള് അന്നൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഇങ്ങനെ എല്ലാവരും, പിന്നെ കുറച്ച് പേര് ഞങ്ങളുടെ സംഘത്തിൽ പോയവര് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു എടുത്ത് പറ്റിന്നൊക്കെ അങ്ങനെ പറഞ്ഞു. പിന്നെ ബാങ്കുകാർ വീണ്ടും വന്നപ്പോ എന്നെ വിളിച്ചു. എന്നെ എന്റെ മരുമകളെ വിളിച്ചിട്ട് പറഞ്ഞു ഗീതിനടുക്ക് വരാൻ പറഞ്ഞു. ഞാൻ പങ്കെടുത്ത് ചെന്നു. അപ്പൊ അവളൊരു എന്ന് വെച്ചാൽ അവര് ബാങ്കുകാർ വന്നപ്പോ പറഞ്ഞു ഗീത് നീ എന്നാ കാശ് അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ മാത്രം 30-ാം തീയതിക്ക് അടയ്ക്കാം അങ്ങനെ പറഞ്ഞു. അന്ന് ശരി എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒപ്പിട്ട് തരണം പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് മരുമകൾ ഫോട്ടോ എടുത്ത് ബാങ്കർ അവിടെ ഒപ്പിടിക്കും ചെയ്തു. ഇന്ന ഡേറ്റിന് അടയ്ക്കാന്നും പറഞ്ഞു. പക്ഷെ അന്ന് ഡേറ്റ് ഞങ്ങൾ അടച്ചില്ല. അത് ഞങ്ങള് പിന്നെ വേറൊരു ബാങ്ക് ഞങ്ങള് പലിശ കാശ് എടുത്തിട്ട് ഞങ്ങള് കുറച്ച് പേര് കൂടി ബാങ്കിൽ ചെന്ന് അടയ്ക്കാൻ ചെന്നപ്പോ ഇവള് വിളിച്ചപ്പോ ഇവള് വന്നില്ല. ഇവള് പറഞ്ഞു കാശില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അവള് പിന്നെ ഞങ്ങളുടെ ബാക്കി വന്നില്ല. പിന്നെ പിറ്റേ ദിവസം അവള് മൂവും ചെയ്തു. അത് പറഞ്ഞു ഇവള് പറഞ്ഞില്ല ഞങ്ങളോട് അടയ്ക്കാൻ പറയല്ലാതെ ഇവള് അടച്ചിട്ടില്ല. 1 രൂപ പോലും അടച്ചിട്ടില്ല. അതന്നെ തീരുമാനം. ഞങ്ങൾക്ക് നീതി കിട്ടണ്ടേ? ഞങ്ങളുടെ കാശ് ആരടക്കിയ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല. ഞങ്ങളൊക്കെ അന്നാ കഴിയുന്ന പട്ടിണിക്കാരാണ്. ഞങ്ങൾക്ക് ഇന്ന് പണി ഉണ്ടായി നാളെ പണി ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയില ഞങ്ങള്. ഒക്കെ വയ്യാത്ത ആൾക്കാരും ഒക്കെ ഉള്ളവരല്ല. പിന്നെ 8 ലക്ഷം വീണ്ടും 19 ആളുടെ പേരില് അവള് 8.5 ലക്ഷം രൂപ എടുത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങള് 21 രൂപ 21 ഇത് എടുത്തിട്ട് 21 വീണ്ടും എടുത്തിട്ട് അവള് ഇതുപോലെ 8.5 ലക്ഷം എടുത്തു. ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രസിഡന്റ് സെക്രട്ടറി മാത്രമേ കണ്ടുള്ളൂ. ഇവളാണ് സെക്രട്ടറി, പ്രസിഡന്റ് വേറെ ഒരു കുട്ടി. ബാങ്കുകാർ വന്നപ്പോ പറഞ്ഞു എന്താ കാശ് അടയ്ക്കാത്ത ചേച്ചിന്ന് ചോദിച്ചു. അപ്പൊ ഞാനും എന്റെ മരുമകളും കാശ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 25,000 അല്ലേ സാറേ, അത് ഞാൻ 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ ബാങ്കർ വന്ന് ചേച്ചി എന്നിട്ട് വർത്താനം പറയുന്നത് നിങ്ങൾ എടുത്ത് 4 ലക്ഷം ഒരു ഗ്രൂപ്പിൽ നിന്ന് എടുത്തിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ 25,000 വെച്ചിട്ട് എടുത്തിട്ടുള്ളോ, പിന്നെ എങ്ങനെ നിങ്ങളുടെ പേർക്കൊക്കെ ഓരോരുത്തരുടെ പേർക്ക് 1 ലക്ഷം വെച്ച് എടുത്തിക്കണമെന്ന് പറഞ്ഞേ. അപ്പോഴാണ് ഞങ്ങളുടെ പേർക്ക് 3 ലക്ഷം കൂടി തട്ടിയെടുത്ത് ഞങ്ങൾ അപ്പോഴാണ് അറിയുന്നത് ബാങ്കുകാർ വന്നപ്പോ. 4 ആള്. 4 ആൾക്ക് കൂടി 4 ലക്ഷം പാസ്സായിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ബാങ്കുകാർ വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ അതിന്റെ മുമ്പ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്കൊരു ലോൺ ഉണ്ട്, 25,000 വെച്ച് നിങ്ങൾക്ക് കിട്ടും, ബാക്കി പഞ്ചായത്തുകാർക്കാണ് കൊടുക്കുക, 6 പേർക്ക് ഷെയർ ചെയ്യണമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഞങ്ങളത് വിശ്വസിച്ചു. അത് ഞങ്ങൾക്കും എനിക്കും എന്റെ മരുമകൾക്കും 25,000 അതുപോലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 സന്ധ്യയും ബിന്ദു മോഹൻദാസിനും അങ്ങനെ 25 1 ലക്ഷം തന്നു. ബാക്കി 3 ലക്ഷം അവളെടുത്തു. അത് ഞങ്ങളോട് പറഞ്ഞില്ല. ഈ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ബാങ്കുകാർ വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾക്ക് ഇത്രയും കാശ് ഞങ്ങളുടെ പേർക്ക് എടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ഓരോ 11 ഗ്രൂപ്പിൽ നമ്മൾ ഇങ്ങനെ 2-3 ലക്ഷമൊക്കെ എടുത്തിട്ടുണ്ട് അവള്. ഞങ്ങൾ കുറച്ച് നാളൊക്കെ ഞങ്ങൾ അടച്ചു. എന്റെ മരുമകളുടെ കാശ് ഞാൻ മുന്നേ കൊടുത്തു. അത് കൊടുത്തിട്ട് അവള് ബാങ്കിൽ അടച്ചില്ല. അവളത് തിരിമറി ചെയ്തു. ഞാൻ അത് ചോദിക്കാൻ ചെന്ന് തന്നെ അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായി. ഞാൻ പറഞ്ഞു എന്റെ കാശ് ഞങ്ങൾക്ക് തന്നു തീർത്തതാണ്, ഇനി തരില്ല എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ഞാൻ അടക്കില്ല അതൊക്കെ. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളുടെ കാശ് നീ അടക്കി എന്നെ വേണം ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് പിന്നെയാണ് അവള് ഇതൊക്കെ പ്രശ്നമായപ്പോൾ അവിടെ മുങ്ങിയത്.
അപ്പൊ ഈ 25,000 രൂപയുടെ അടവ് നിങ്ങൾ ബാങ്കിലേക്കാണ്? ഞങ്ങൾ ബാങ്കിൽ അടച്ചു. എന്റെ മരുമോളുടെ കാശ് അവിടെ കയ്യിൽ കൊടുത്താറില്ല. അവളുടെ കയ്യിൽ കൊടുത്തു. പലിശയും മുതലടക്കം 30,000 രൂപ ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. അത് അവൾ അടച്ചിട്ടില്ല, ബാങ്കിൽ അടച്ചിട്ടില്ല. മറ്റേ അവള് ഓരോ സംഘത്തിന്റെ പേരും പറഞ്ഞ് അതിലടച്ചു ഇതിലടച്ചു പറഞ്ഞാണ് എന്നെ പറഞ്ഞറിഞ്ഞ. ബാക്കി കാശ് എനിക്കൊന്നും തന്നില്ല. 25,000 പലിശയും കൂടി ഞാൻ ബാങ്കിൽ അടച്ചു, സെൻട്രൽ ബാങ്കിൽ അടച്ചു. മരുമോളുടെ കാശ് ഞാൻ അവളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ അവളത് അടച്ചിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. ബാങ്കുകാർ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ലോൺ എടുക്കണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ടെന്നുള്ളത്. എത്ര രൂപ ചേച്ചിയുടെ പേരിൽ വന്നിരുന്നു? 1,00,000 രൂപ അതിന്റെ പലിശ. ഈ ഗ്രൂപ്പിലുണ്ട്, അപ്പൊ അവരുടെ ഗ്രൂപ്പിലുള്ളതാണ്? ആ ഗ്രൂപ്പിലുള്ളതാണ്. പക്ഷെ ലോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ 4 ആളായിട്ട് ഗ്രൂപ്പ് ചേർത്തിന്ന് പറഞ്ഞു. എന്റെ പേര് ഞാൻ അറിയാണ്ട് ചേർത്തി. അവര് എന്റെ പേരും ഒപ്പിട്ട് അവരെന്നെ എടുത്തു. പഞ്ചായത്തിൽ പോയിട്ടുമില്ല, ബാങ്കിൽ പോയിട്ടുമില്ല. ബാങ്കുകാർ വന്നു. അപ്പോഴാണ് അയൽക്കാരത്തിന് ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ട്. അതായത് 3 ഗ്രൂപ്പുകൾ പരാതിയുമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്തിന്റെ അധികാരിയായിട്ടുള്ള CDSന്റെ ചെയർപേഴ്സൺ അവരുടെ അധ്യക്ഷതയിൽ പല ഗ്രൂപ്പുകളുടെയും പണം ഈ പ്രതിയായിട്ടുള്ള ഗീതു ഏറ്റെടുക്കുകയുണ്ടായി. അപ്പോൾ വ്യക്തമായൊരു രേഖ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖ കൊടകര പോലീസിൽ കൊടുത്തിട്ടും വ്യക്തമായി ചതി നടന്നു, ഫോർജറി നടന്നു എന്ന് പറഞ്ഞിട്ടും പ്രതി അറസ്റ്റ് ചെയ്യാനോ ഫോർജറിക്ക് കേസെടുക്കാനോ തയ്യാറായിട്ടില്ല. 24 കുടുംബങ്ങൾക്കും ഭൂമി ജപ്തി ചെയ്യുന്ന നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ ജപ്തി നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് 3 സെന്റിലും 5 സെന്റിൽ കിടക്കുന്ന ആളുകളാണ്. ഇതിൽ തന്നെ പല സ്ത്രീകളും വിധവകളാണ്, പലരും വൃദ്ധകളുമാണ്. ഈ തരത്തിലുള്ള യാതൊരു മാനുഷിക പരിഗണനയും കൊടുക്കുവാൻ ബാങ്കോ അല്ലെങ്കിൽ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികളോ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളോ പ്രോപ്പർ ആയിട്ടുള്ള ഇടപെടലുകൾ ഇതുവരെ നടത്തുവാൻ തയ്യാറായിട്ടുണ്ട്.